ഇത് ഗോപാലകൃഷ്ണ ശർമ്മ. തിരുവനന്തപുരം ടെക്നോ പാർക്കിലെ ജീവനക്കാരനായ ഇദ്ദേഹത്തെ വ്യത്യസ്തനാക്കുന്നത് ജ്യോതിഷത്തിലുള്ള പാണ്ഡിത്യമാണ്. ജ്യോതിഷത്തോട് താൽപര്യം തോന്നിയപ്പോഴാണ് ഈ വിഷയത്തിൽ പഠനം നടത്തിയത്. മികച്ച ജ്യോതിഷനായ ഗോപാലകൃഷ്ണ ശർമ്മയെ തേടി നിരവധി പേരാണ് എത്തുന്നത്. കൂടാതെ ഫോണിലൂടെയും ഇമെയിൽ മാർഗവുമെല്ലാം ഇദ്ദേഹം ആവശ്യക്കാർക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുന്നു. ഈ ഒരു IT പ്രൊഫഷണൽ എങ്ങനെ ഈ ജ്യോതിശാസ്ത്രം കൈകാര്യം ചെയ്യുന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഇതിലേക്ക് ആഴ്ന്നിറങ്ങി ചെല്ലുന്നു എന്ന് പല പേർക്കും സംശയങ്ങളുണ്ട്. അപ്പം ഇത് ആസ്ട്രോണമി എന്ന് പറയുന്ന ഒരു ബ്രാഞ്ച് ആസ്ട്രോളജിയിലുണ്ട്. ഇല്ലെങ്കിൽ അതിന്റെ ഗണിത ഭാഗം അബ്സല്യൂട്ട് സയൻസ് ആണ്. അബ്സല്യൂട്ട് നമുക്ക് കാൽക്കുലേഷൻ ചെയ്യാൻ പറ്റും. 4+3 7 എന്ന് പറയുന്ന രീതിയിൽ തന്നെ ഓരോ ഗ്രഹങ്ങളും അതിന്റെ ഡിഗ്രി മിനിറ്റ് വെച്ച് പെർഫെക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഹോറോസ്കോപ്പ് കാസ്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പൊ ആ ഭാഗം അത്രയും പൂർണ്ണമായും സയൻസ് തന്നെയാണ്. പൂർവ്വജന്മാർജിതം കർമ്മ എന്ന് പറയുന്നു. അപ്പൊ നമുക്ക് കഴിഞ്ഞ ജന്മങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള ഇല്ലെങ്കിൽ നമ്മളാൽ ചെയ്യപ്പെട്ട പാപ പുണ്യ കണക്കുകൾ അറിയാനായിട്ട് നമ്മൾ ഇന്നേ വരെ ഒരു ഇൻസ്ട്രുമെന്റോ ഒരു ഡയഗ്നോസിസ് ചെയ്യാനുള്ള ഒരു ഉപകരണമോ കണ്ടുപിടിച്ചിട്ടില്ല. അപ്പോൾ അതിനായി നമ്മൾ ജനിക്കുമ്പോൾ ജനന സമയത്തുള്ള ഗ്രഹനില, അതായത് ഈ പ്രപഞ്ചം അണ്ടാണ്ടം എന്ന് പറയുന്നു, ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം നമ്മുടെ മനുഷ്യ ശരീരത്തിൽ പൂർണ്ണമായിട്ടും ഉണ്ട്. ഇല്ലെങ്കിൽ യൂണിവേഴ്സിന്റെ ഒരു കൊച്ചു പകർപ്പാണ് ഈ ശരീരം. അപ്പോൾ നമ്മൾ ആത്മാവ് പല പല ജന്മങ്ങൾ എടുക്കുന്നു. അതിൽ പൂർവ്വജന്മത്തിൽ ഇല്ലെങ്കിൽ ജന്മാന്തരങ്ങളിൽ ചെയ്തു വെച്ചിട്ടുള്ള പാപപുണ്യ കണക്കുകൾ ഈ ഗ്രഹങ്ങൾ സൂചിപ്പിച്ചു തരുന്നു. അപ്പോൾ ഒരാളുടെ ജനന സമയത്തെ ഗ്രഹനില അടിസ്ഥാനമാക്കി നമ്മൾ നിർണയിക്കുന്നു ഇദ്ദേഹം പൂർവ്വജന്മങ്ങളിൽ എന്തൊക്കെ സത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ അസത്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ പൂർവ്വജന്മത്തെ അടിസ്ഥാനമാക്കി ഇപ്പോഴത്തെ ഗ്രഹനില. കാരണം ഒരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ മരണം വരെ അതേ ഗ്രഹനിലയായിരിക്കും. ഗ്രഹനില മാറുന്നില്ല, ദശ മാത്രമേ മാറുന്നുള്ളൂ. അപ്പൊ അത് വെച്ച് നമുക്ക് 9 ഗ്രഹങ്ങൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ 9 ഗ്രഹങ്ങളും ഓരോന്നിനെ സൂചിപ്പിച്ചു തരുന്നു. അല്ലെങ്കിൽ നമ്മുടെ ഡിഫറെന്റ് ഏരിയാസ് ഓഫ് ലൈഫിനെ, അതിന് ഓരോ ഗ്രഹങ്ങൾക്കും ആട്രിബ്യൂട്ട്സ്, അല്ലെങ്കിൽ നമ്മൾ കുറെ ഏരിയാസ് ഓഫ് ലൈഫിനെ ഒരു ഗ്രഹത്തിന് ആട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. വിവരസാങ്കേതിക വിദ്യയുടെ ലോകത്ത് ജ്യോതിഷം എന്ന ശാസ്ത്രത്തെ നെഞ്ചോട് ചേർക്കുകയാണ് ഗോപാലകൃഷ്ണ ശർമ്മ എന്ന ഈ ടെക്നോ പാർക്ക് ജീവനക്കാരൻ. ന്യൂസ് ഡെസ്ക് technoparktoday.com